നമസ്കാരം, ഞാൻ സദാശിവൻ. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പി എസ് സിയുടെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അസസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും പല ചോദ്യങ്ങളും റിപ്പീറ്റഡ് ആവാം. ഒപ്പം തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ തന്നെ ഒന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ടാകും. അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ബുക്കോ പേപ്പറോ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഇത് നോക്കാൻ. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾക്കതുകൊണ്ട് ഫലം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ആ സെൻറ്റൻസ് നല്ലതുപോലെ ശ്രദ്ധിക്കുക. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? 4 ഓപ്ഷൻസ് ആണ് അവർ നൽകിയിരിക്കുന്നത്. 1 വിക്രം സാരാഭായ്, 2 ആൽബർട്ട് ഐൻസ്റ്റീൻ, 3 വിൻസെൻ്റ് ചർച്ചിൽ. ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ഇത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇതിൻ്റെ ഉത്തരം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഈ ഗാന്ധിജിയെ വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏതാണെന്നാണ് ചോദ്യം. ഇതവിടെ 1921, 1910, 1911, 1920. 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം. മൂന്നാമത്തെ ചോദ്യം, ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായൺ, ബാലഗംഗാധര തിലകൻ, ലാൽ ബഹദൂർ ശാസ്ത്രി, ബിപിൻ ചന്ദ്രപാൽ. ഇവിടെ ജയപ്രകാശ് നാരായണനെയാണ് ലോക് നായിക് എന്ന് അറിയപ്പെടുന്നത്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഹിന്ദി, ഗുജറാത്തി, ബംഗാളി, ഉറുദു. ഇതവിടെ ഇത് എഴുതിയിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നാണ് നമ്മുടെ ചോദ്യം. അത് മുഹമ്മദ് ഇക്ബാലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഉറുദു ഭാഷയിലാണ് എഴുതിയത്. സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം എഴുതിയിരിക്കുന്നത് ഉറുദു ഭാഷയിലാണ്. UGC നിലവിൽ വന്ന വർഷം ഏതെന്നാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണമെന്ന ഒരു കാര്യം, ഈ 4 വർഷങ്ങളും പ്രധാനപ്പെട്ട ഏതെങ്കിലും ചോദ്യങ്ങളിൽ മാറിയും തിരിഞ്ഞും വന്നിട്ടുണ്ട്. ഏത് ചോദ്യം എടുത്തിരുന്നാലും ഈ 4 വർഷങ്ങളും പ്രധാനപ്പെട്ടതാണ്. UGC വന്നത് 1953 പക്ഷേ 51, 52, 50 പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. 52 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സ്ഥാപിച്ച വർഷമാണ്. 1950 പ്ലാനിംഗ് കമ്മീഷൻ ആരംഭിച്ച വർഷമാണ്. പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1950. UGC ആരംഭിച്ചത് 1953. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആരംഭിച്ചത് 1952. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണെന്നാണ്. പ്രധാനമന്ത്രി, ഓംബുഡ്സ്മാൻ, പ്രസിഡന്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞിരിക്കുന്ന എപ്പോഴും പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി ഏത്? ഇവിടെ വിൽപ്പന നികുതിയുണ്ട്, എക്സൈസ് നികുതിയുണ്ട്, കോർപ്പറേറ്റ് നികുതിയുണ്ട്, വാഹന നികുതിയുണ്ട്. ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി കോർപ്പറേറ്റ് നികുതിയാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. നമുക്കറിയാം, ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകൾ 2 ഘട്ടങ്ങളിലായിട്ട്, ആദ്യം 2 ഘട്ടങ്ങളിലായിട്ട് 1969-ലും 1980-ലുമായിട്ട് ദേശസാൽക്കരിച്ചു. ഇത് ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1969-ൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ്. ലോകസഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി. അദ്ദേഹം ഇത് കൊടുക്കേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നൽകേണ്ടത്. വളരെ രസകരമായ ഒരു കാര്യം, ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്, പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ഏതെങ്കിലും കാരണവശാൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ വന്നാൽ ലോകസഭാ സെക്രട്ടറി ജനറലിനാണ് ഈ രാജിക്കത്ത് നൽകേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് മോഡിഫിക്കേഷൻ അവർക്ക് വരുത്താം. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് ആർക്കാണ് നൽകേണ്ടത്? ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നാൽ അത് ചോദിച്ചാൽ നമ്മൾ അവിടെ വരുന്ന ഉത്തരം ഇതൊന്നുമല്ല. ഏതാണ്? ലോകസഭയുടെ സെക്രട്ടറി ജനറലാണ് കൊടുക്കേണ്ടത്. പക്ഷെ നിലവിൽ അല്ലെങ്കിൽ പോലും നോർമൽ കേസിൽ ലോകസഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകേണ്ടത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. നമ്മൾ വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട വർഷം 2005. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. ജൂലൈ 12 മലാല ദിനമായി ആചരിക്കുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിക്കാം. രാഷ്ട്രമഹിളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇത് ചില പരീക്ഷയാകുമ്പോഴത്തേക്കെല്ലാം മാറപ്പെടാം. അപ്പം അങ്ങനെ മാറപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നോട്ട് ചെയ്തോളാം. ഇപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിന് 1978 UN അവാർഡ് നേടിയ അന്തർദേശീയ സംഘടന ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ഇവിടെ ഏഷ്യ വാച്ചുണ്ട്, അമേരിക്ക വാച്ചുണ്ട്. ഇവിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ് ഏത് നേടിയിരിക്കുന്നത്? സമാധാനത്തിൽ നോബൽ സമ്മാനം അവർക്ക് ആ സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തനത്തിലുള്ള UN അവാർഡ് നേടിയ അന്തർദേശീയ സംഘടനയാണ്. അപ്പോൾ നമ്മൾ ഈ 15 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് പ്രീവിയസിലേക്ക് പോവുകയാണ്. ഇതവിടെ നോക്കാം നമുക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? അലക്സാണ്ടർ തോമസ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോഴില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിലവിലുണ്ടാവും. അവിടെ ഇല്ല എങ്കിൽ ലോകസഭ സെക്രട്ടറി ജനറലിനാണ് ഇത് നൽകേണ്ടത്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പക്ഷേ നരസിംഹറാവു പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നിരിക്കുന്നത് നരസിംഹറാവു ആണ്. ഇന്ത്യ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി കോർപ്പറേറ്റ് നികുതിയാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ പ്രധാനമന്ത്രി. UGC നിലവിൽ വന്നത് 53. അപ്പോൾ തന്നെ പറഞ്ഞു. 50 പ്ലാനിംഗ് കമ്മീഷൻ, 52 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC, അതുപോലെ തന്നെ 51 ഒന്നാം പഞ്ചവത്സര പദ്ധതി. സാരേ ജഹാം സേ അച്ഛാ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഉറുദുവിലാണ്. ലോക് നായിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണനെയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം 1911. ഈ ഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കാണ് വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്നാണ് ആരെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അങ്ങനെ 15 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ 15 ചോദ്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയിട്ട്
വായിച്ചു തീർന്ന ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള പുതിയ പുതിയ ചോദ്യങ്ങൾ, ആ ആൻസറുമായി ബന്ധപ്പെട്ട പുതിയ ചോദ്യങ്ങൾ അതിനകത്തുണ്ട് കുറേ. അത് നിങ്ങൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അവിടെ 16ാമത്തെ ചോദ്യം, 2024 കോപ്പ അമേരിക്ക കപ്പ് നേടിയ രാജ്യം. ഫുട്ബോളാണ് കോപ്പ അമേരിക്ക കപ്പിനുള്ളത്. അർജന്റീനയാണ് അത് നേടിയിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് അർജന്റീനയുണ്ട്, USA ഉണ്ട്, ബ്രസീലുണ്ട്, ചിലിയുണ്ട്. അർജന്റീനയാണ് 2024 കോപ്പ അമേരിക്ക കപ്പ് നേടുന്നത്. ബ്രെക്സിറ്റ് എന്ന പദം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രിട്ടനുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടൻ. 2024 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണെന്നാണ് ചോദ്യം. 2024 ബുക്കർ പ്രൈസ് ജേതാവ് തന്നിരിക്കുന്ന പേരുകൾ ഹാൻ കാങ്, പത്മ സച്ദേവ്, അഗത ക്രിസ്റ്റി, സാമന്ത ഹാർവിയാണ് 2024 ബുക്കർ പ്രൈസ് നേടിയിരിക്കുന്നത്. സ്ഥിരമായി ചോദിക്കുക, ഈ വർഷം ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളൊരു ചോദ്യമാണ്. 2024 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ്? സാമന്ത ഹാർവി. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി. ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റിലെ പരമോന്നത ബഹുമതി നേടിയ ഇന്ത്യൻ രാഷ്ട്രപതി പ്രണാബ് മുഖർജിയാണ്. ഇന്ത്യ 2023 ചന്ദ്രയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യ 2023 ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത്. 2023 ചന്ദ്രയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച ബഹിരാകാശ വാഹനം IVM-3M4. ഇതാണ് ആ വാഹനം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടുക്കിയാണ്. അവിടെ ഇടുക്കി ജില്ലയെക്കുറിച്ച് പറയുമ്പം ഇടുക്കി ജില്ല, അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ജില്ലകളുടെ കൂട്ടത്തിൽ എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് വയനാട്. വയനാട് ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കി ജില്ലയ്ക്കും വയനാട് ജില്ലയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് ജില്ലയുടെയും ആസ്ഥാനങ്ങൾ ആ ജില്ലയുടെ പേരിലല്ല അറിയപ്പെടുന്നത്. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളുടെയും ആസ്ഥാനം അതാത് ജില്ലയുടെ പേരിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ആസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കൊല്ലം ജില്ലയുടെ ആസ്ഥാനം കൊല്ലമാണ്. ആലപ്പുഴ ജില്ലയുടെ ആസ്ഥാനം ആലപ്പുഴയാണ്. തൃശ്ശൂർ ജില്ലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. എന്നാൽ വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച ചോദ്യം അതല്ല എങ്കിൽ പോലും ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് ഇടുക്കി. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹമാണ് കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ വർത്തമാന പത്രം രാജ്യസമാചാരം. മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വാളയാറിലാണ് മലബാർ സിമൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 25 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ 25 ചോദ്യങ്ങൾ ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ഓർഡർ അനുസരിച്ചുള്ള 25 ചോദ്യങ്ങളാണ്. ഇത് നിങ്ങൾ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുക. ഇതിനകത്തുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ മാറി മാറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞ ആ ജില്ലയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ വയനാട് ജില്ലയുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. എല്ലാ പരീക്ഷകളും ഈ രണ്ട് ജില്ലകളെ കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ചൂരൽമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ മുത്തങ്ങ വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ തിരുനെല്ലി ക്ഷേത്രം എവിടെയാണ്? വയനാടാണ്. അപ്പം 3 മുനിസിപ്പാലിറ്റികളും 3 ബ്ലോക്ക് പഞ്ചായത്തും 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലുമുള്ള മാത്രമുള്ള ഒരു ജില്ലയാണ് വയനാട്. 2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ആ ജില്ലയുടെ ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞു ഏതാണ്?
വയനാട് ജില്ലയുടെ ആസ്ഥാനം അല്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടുക്കി ജില്ലയുടേത് പൈനാവായിരുന്നു, വയനാട് ജില്ലയുടേത് കൽപ്പറ്റ. ഈ 2 ജില്ലകൾക്ക് മാത്രമേ ഉള്ളൂ ആ പേരിൽ എത്താത്തതെന്ന് പറഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു 25 വാളയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടുന്നതിനായി നിങ്ങൾ ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക.